ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മാത്യു. ഇന്ന് നമ്മൾ ഗോൾഡ് റിക്കവറി സൂട്ട് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പറയുന്നു. ഇതൊരു വലിയ പ്രശ്നം ബാക്കി കിടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഡോക്യുമെൻറ്റേഷൻ ഒരു മസ്റ്റാണെന്ന് പറഞ്ഞു. കല്യാണ സമയത്ത് തന്നെ വധുവിന് കിട്ടുന്നതായ ഗിഫ്റ്റ്, സ്വർണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തുന്നത് എപ്പോഴും ഉചിതമാണ്. കാരണം ഡിവോഴ്സ് വരും എന്ന് ഉള്ള ആ ഒരു കാഴ്ചപ്പാടിലല്ല ഇത് പറയുന്നത്. നമ്മളിപ്പോൾ ഹെൽമെറ്റ് വയ്ക്കുന്നത് എന്തിനാണ്? ഏതെങ്കിലും രീതിയിൽ ആക്സിഡൻ്റ് ഉണ്ടായാൽ നമ്മുടെ തലയ്ക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം എന്ന് പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഡിവോഴ്സ് കേസ് കയറി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിലാണ് ഞാനിത് പറഞ്ഞത്. അത് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതിൽ വരുന്നൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വിവാഹ സമയത്ത് വധുവിന് കിട്ടുന്ന, അതായത് സ്ത്രീധനം എന്ന് പറയണ്ട, നമ്മൾ അവരുടെ മാതാപിതാക്കളെ ചിലപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന അവർ 50 പവനോ ഒരായിരിക്കും കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ആഭരണ ജൂവലറിക്കാർ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ചില സ്ഥലങ്ങളിലെങ്കിലും ജൂവലറിക്കാർ ഒരു പാരിതോഷികം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് സംവിധാനം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 50 പവനും കൂടി അല്ലെങ്കിൽ ഒരു 70 പവനും കൂടി ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞങ്ങൾ തരാം. 2 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അന്നേ ദിവസം വൈകിട്ട്, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ തിരിച്ചു തരണം. ഇങ്ങനത്തെ ഒരു കസ്റ്റം ചില സ്ഥലത്ത് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ള അത് കൊണ്ടുവന്നിട്ടുള്ള സ്വർണം വെറും 50 പവനേ ഉണ്ടാവുള്ളൂ. 50 എത്രയെന്ന് വെച്ചാൽ അതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ആഭരണം നമ്മൾ ജൂവലറിക്കാരൻ ഇടുന്നതിന് വേണ്ടിയിട്ട്, ആ ഫംഗ്ഷന് വേണ്ടിയിട്ട്, അത് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ചില വീട്ടുകാരെങ്കിലും, ഒട്ടുമിക്ക വീട്ടുകാരും ഈ സംഭവം പറഞ്ഞിട്ടുണ്ടാവും, അങ്ങോട്ടൊക്കെ അറിയുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത്, ഒരു പ്രശ്നം വരുന്ന സമയത്ത്, ഫിനാൻഷ്യലായിട്ടുള്ള തർക്കം വരുന്ന സമയത്ത്, എന്തായാലും ഡിവോഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും വാശി വരേക്കും കൂടുമല്ലോ. നോർമലായിട്ടുള്ള അവസ്ഥയിൽ ഇതൊന്നും പ്രശ്നമല്ല. അപ്പം അങ്ങനെ ചില ആളുകളെങ്കിലും ഈ വീഡിയോയിലൊക്കെ നമ്മൾ ഇങ്ങനെ 120 പവൻ്റെ സ്വർണ്ണം ഇട്ടിരിക്കുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ കോടതിയിൽ കൊണ്ടെത്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും, അമ്മ ഞങ്ങൾ 120 പവൻ്റെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം, എല്ലാവരും പറയുന്നല്ല, അങ്ങനെ ചിന്തിക്കുകയും വേണ്ട, ഏതെങ്കിലും 1 or 2 വ്യക്തികളാണെങ്കിൽ പോലും ഒരു മൈനർ ഒരു ചെറിയ സംഖ്യ ആളുകളാണെങ്കിൽ പോലും അതൊരു ഇഷ്യൂ ആയിട്ട് മാറും. കാരണം ആകെ കൊണ്ടുവന്നത് 30 പവൻ, ആ ജൂവലറിക്കാരൻ തന്ന 50 അല്ലെങ്കിൽ 70 പവൻ, അത് അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ റെക്കോർഡിലും നമ്മുടെ വീഡിയോയിലും ഒക്കെ എന്തുണ്ട്? 120 പവൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു പ്രസിദ്ധി എല്ലായ്പ്പോഴും പ്രശ്നമാകുന്നില്ല. അപ്പോൾ ഡിവോഴ്സൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, ഒരു കല്യാണ സമയത്ത് ജാതി മത സമുദായ ഭേദമന്യേ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹ സമയത്ത് വധുവിന് കിട്ടുന്നതായ സ്വർണം, ഗിഫ്റ്റ്, അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഇത് കടമാന ഡിസ്പ്യൂട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കടമാന കാര്യങ്ങൾ നമ്മൾ ഒരു ഡിവോഴ്സിൻ്റെ ഒരു സ്റ്റേജിൽ, ഡിഗ്രി ഒരു കേസിൻ്റെ വിധിയൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ, നമ്മുടെ മെയിൻ്റനൻസ് ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോടതി ചോദിക്കും, എന്തായി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട് വല്ലതും ഉണ്ടോ? അതൊക്കെ കോടതി ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനൊരു ഡോക്യുമെൻറ്റേഷൻ നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്. ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന വധുവിനോ വരനോ എവിടെയെങ്കിലും സാമ്പത്തിക ബാധ്യതകളുണ്ടോ, ക്രിമിനൽ സ്വഭാവം ഉണ്ടോ, ഇവർ ഓൾറെഡി വലിയ ലോണിലാണോ നിൽക്കുന്നത്, ഇതൊന്നും ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി അതിന് ഉപകാരപ്രദമായിരിക്കും. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.